ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് IT ക്യൂസാണ്. ശാസ്ത്രമേളയോടനുബന്ധിച്ച് നടക്കുന്ന IT ക്യൂസിൽ 2025 IT ക്യൂസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ അസ്ഥിരമായ മെമ്മറി ഏതാണ്? കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ അസ്ഥിരമായ മെമ്മറി ഏതാണ്? ഉത്തരം റാം. ലോഗരിതം പട്ടിക കണ്ടുപിടിച്ചത് ആരാണ്? ലോഗരിതം പട്ടിക കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ജോൺ നേപ്പിയർ. ലോഗരിതം പട്ടിക കണ്ടുപിടിച്ചത് ജോൺ നേപ്പിയർ. ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിൻഡ് സെർഫ്. വിൻഡ് സെർഫാണ് ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ് ജാവ പ്രോഗ്രാമിംഗ് ഭാഷ വികസിപ്പിച്ചത്? ആരാണ് ജാവ പ്രോഗ്രാമിംഗ് ഭാഷ വികസിപ്പിച്ചത്? ഉത്തരം ജെയിംസ് ഗോസ്ലിംഗ്. ജെയിംസ് ഗോസ്ലിംഗ് ആണ് ജാവ പ്രോഗ്രാമിംഗ് ഭാഷ വികസിപ്പിച്ചത്. ഇന്റർനെറ്റിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഇന്റർനെറ്റിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഉത്തരം ആർച്ചി. ഇന്റർനെറ്റിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ആർച്ചി. സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സെയ്മോർ ക്രേ. സെയ്മോർ ക്രേ ആണ് സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാങ്കേതിക പദം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാങ്കേതിക പദം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം ജോൺ മക്കാർത്തി. USB എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? USB എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം യൂണിവേഴ്സൽ സീരിയൽ ബസ്. USB എന്നതിൻ്റെ പൂർണ്ണരൂപം യൂണിവേഴ്സൽ സീരിയൽ ബസ്. 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവത്തിലെ മലയാളം കഥകളും കവിതകളും ഡിജിറ്റൽ മാഗസിനാക്കി കൈറ്റിൻ്റെ സഹായത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ മാഗസിൻ്റെ പേരെന്താണ്? ഉത്തരം മഴ മണ്ണിലെഴുത്ത്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ പുതുക്കിയ ICT പാഠപുസ്തകങ്ങളിലെ പഠന പ്രവർത്തനങ്ങൾ ഏത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പതിപ്പിനെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്? ഉത്തരം ഉബുണ്ടു 22.04. MP3 ഫോർമാറ്റിലുള്ള ഒരു ഫയലിൽ ഏതുതരം ഉള്ളടക്കമാണ് ഉണ്ടാവുക? MP3 ഫോർമാറ്റിലുള്ള ഒരു ഫയലിൽ ഏതുതരം ഉള്ളടക്കമാണ് ഉണ്ടാവുക? ഉത്തരം ശബ്ദം. നാനോ ബനാന എന്ന കോഡ് നാമത്തിൽ അറിയപ്പെട്ടിരുന്ന AI ഫോട്ടോ എഡിറ്റിംഗ് ടൂൾ പുറത്തിറക്കിയത് ഏത് ടെക് കമ്പനിയാണ്? നാനോ ബനാന എന്ന കോഡ് നാമത്തിൽ അറിയപ്പെട്ടിരുന്ന AI ഫോട്ടോ എഡിറ്റിംഗ് ടൂൾ പുറത്തിറക്കിയത് ഏത് ടെക് കമ്പനിയാണ്? ഉത്തരം ഗൂഗിൾ. കമ്പ്യൂട്ടർ ക്യാമറ ഉപയോഗിച്ച് ലോകത്തെ കാണുകയും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ആവശ്യമായ വിവരങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം കമ്പ്യൂട്ടർ വിഷൻ. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പ്രത്യേക രജിസ്ട്രേഷനോ ലോഗിനോ കൂടാതെ തന്നെ പഠന വിഭവങ്ങൾ കാണുന്നതിന് സമഗ്ര പ്ലസിൽ ഉൾപ്പെടുത്തുന്ന സംവിധാനം ഏത്? ഉത്തരം ലേണിംഗ് റൂം. ഓൺലൈൻ ഡിജിറ്റൽ കറൻസികൾ പൊതുവായി അറിയപ്പെടുന്ന പേര് എന്താണ്? ഓൺലൈൻ ഡിജിറ്റൽ കറൻസികൾ പൊതുവായി അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരം
ക്രിപ്റ്റോ കറൻസി. എന്താണ് ക്രിപ്റ്റോ കറൻസി? സ്ത്രീകൾക്ക് അടിയന്തര സാഹചര്യത്തിൽ സഹായത്തിനായി കേരള പോലീസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആപ്പ്. ഉത്തരം നിർഭയം. സ്ത്രീകൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായത്തിനായി കേരള പോലീസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആപ്പാണ് നിർഭയം. ഏത് സ്ഥാപനമാണ് ചാറ്റ് GPT വികസിപ്പിച്ചത്? ഏത് സ്ഥാപനമാണ് ചാറ്റ് GPT വികസിപ്പിച്ചത്? ഉത്തരം ഓപ്പൺ AI. ഓപ്പൺ AI ആണ് ചാറ്റ് GPT വികസിപ്പിച്ചത്. സുരക്ഷിതമായി വെബ്സൈറ്റുകൾ കാണാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? സുരക്ഷിതമായി വെബ്സൈറ്റുകൾ കാണാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? ഉത്തരം HTTPS. കേരള ടൂറിസം വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ്? കേരള ടൂറിസം വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ്? ഉത്തരം ഇതാണ് ദിക്ഷ. ഇന്ത്യയിൽ മാപ്പ് മൈ ഇന്ത്യയുമായി സഹകരിച്ച് തപാൽ വകുപ്പ് നടപ്പാക്കുന്ന ഡിജിറ്റൽ അഡ്രസ്സിംഗ് സിസ്റ്റം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഇന്ത്യയിൽ മാപ്പ് മൈ ഇന്ത്യയുമായി സഹകരിച്ച് തപാൽ വകുപ്പ് നടപ്പാക്കുന്ന ഡിജിറ്റൽ അഡ്രസ്സിംഗ് സിസ്റ്റം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ഡിജിപിൻ. ഇന്ത്യയിൽ UPI സിസ്റ്റം വികസിപ്പിക്കുകയും സമാരംഭിക്കുകയും ചെയ്ത സ്ഥാപനം ഏത്? ഇന്ത്യയിൽ UPI സിസ്റ്റം വികസിപ്പിക്കുകയും സമാരംഭിക്കുകയും ചെയ്ത സ്ഥാപനം ഏതാണ്? ഉത്തരം നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI. 2001 ജിമ്മി വെയിൽസിൻ്റെയും സാങ്കറുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച ഓൺലൈൻ സർവ്വവിജ്ഞാന കോശം ഏതാണ്? 2001 ജിമ്മി വെയിൽസിൻ്റെയും സാങ്കറുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച ഓൺലൈൻ സർവ്വവിജ്ഞാന കോശം. ഉത്തരം ഇതാണ് വിക്കിപീഡിയ. ഇന്ത്യൻ IT ആക്ടിലെ ഏത് സെക്ഷനിൽ ആണ് സൈബർ ഭീകരവാദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യൻ IT ആക്ടിലെ ഏത് സെക്ഷനിലാണ് സൈബർ ഭീകരവാദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഉത്തരം സെക്ഷൻ 66F. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ അക്കാദമിക നിലവാരം, അറ്റൻഡൻസ് മുതലായവ രക്ഷിതാക്കൾക്കും അറിയാൻ കൈറ്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ അക്കാദമിക നിലവാരം, അറ്റൻഡൻസ് മുതലായവ രക്ഷിതാക്കൾക്കും അറിയാൻ കൈറ്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് സമ്പൂർണ്ണ പ്ലസ്. ഏത് മൊബൈൽ കമ്പനിയാണ് അവരുടെ മൊബൈൽ ഉപകരണങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇമോജി ആദ്യമായി അവതരിപ്പിച്ചത്? ഉത്തരം ആപ്പിൾ. ഡിജിറ്റൽ ചിത്രരചന, ആനിമേഷൻ നിർമ്മാണം, പോസ്റ്ററുകൾ, ബ്രോഷറുകൾ, പരസ്യങ്ങൾ തയ്യാറാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ക്രിറ്റ. റോബോട്ടുകൾക്ക് യാന്ത്രിക ചലനം സൃഷ്ടിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം ആക്ച്വേറ്റേഴ്സ്. കമ്പ്യൂട്ടർ മൗസിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? കമ്പ്യൂട്ടർ മൗസിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡഗ്ലസ് എംഗൽബാർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.